മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ അവസാനിക്കാതെ നിൽക്കുകയാണ്. ചർച്ചകൾ നടക്കുന്നു. ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ സേന തിരിച്ച് ലെബനോൻ്റെ ചില മേഖലകളിലേക്ക്, ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിൻ്റെ വിശദമായ വിവരങ്ങളുമായി ഔട്ട് ഓഫ് ബോക്സുമായി ഇപ്പോൾ ജോണും ജോർജിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോൺ, എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങളെ നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക? ഓക്കെ, ഒരു വിചിത്രമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഹോർമൂസിൽ ഇപ്പോൾ US ബ്ലോക്കേഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇറാൻ്റെ എണ്ണ സംഭരണശാലകൾ, പ്രത്യേകിച്ച് എണ്ണ സംഭരണികൾ പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇനി എവിടേക്കാണ് ഇറാൻ എണ്ണ സംഭരിക്കുക എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല ഇറാൻ ഒരു 3 പീസ് പ്ലാനുകൾ, ഹോർമൂസ് തുറക്കുന്നതിന് വേണ്ടിയുള്ള 3 പീസ് പ്ലാനുകൾ US നൽകിയിട്ടുണ്ടെന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ട്രംപ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തയാണ്. ട്രംപ് ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ജർമ്മനിയുടെ അധികാരിയായിരിക്കുന്ന ഫ്രെഡറിക് മേഴ്സ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് US ഈസ് ബീയിങ് ഹ്യൂമിലിയേറ്റഡ് ബൈ ഇറാൻ. അതായത് US എപ്പോഴും ഇറാൻ്റെ പ്രവൃത്തി കാരണം കൊണ്ട് ഹ്യൂമിലിയേറ്റഡ്, നാണം കെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം പുറത്തു വരുന്നത്. ഇതോടൊപ്പം നമുക്കറിയാം പല രാജ്യങ്ങളിലും ഇന്ധനവില കൂടി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഗോലാൻ ഹൈറ്റ്സിൽ വലിയൊരു സ്ഫോടനം നടത്തി അവിടെയുള്ള 700ഓളം മൈനുകൾ തകർക്കുന്ന ലക്ഷ്യത്തോടെയാണ് സ്ഫോടനം നടത്തിയത്. അപ്പോൾ അത് തകർത്തുകൊണ്ടിരിക്കുന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം നമുക്കറിയാൻ കഴിയുന്ന മറ്റൊരു വാർത്തയാണ് ട്രംപ് ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് 3 പീസ് പ്ലാൻ ദാറ്റ് പ്രപ്പോസ്ഡ് ബൈ ഇറാൻ എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞ മറ്റൊരു വാർത്തയാണ് മധ്യസ്ഥനായി നിൽക്കുന്ന ഈ പാകിസ്ഥാൻ, US ഇറാൻ ചർച്ചകളിൽ മധ്യസ്ഥനായി നിൽക്കുന്ന പാകിസ്ഥാനെ ഇനി ചർച്ചകളിൽ മധ്യസ്ഥനായി നിൽക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇത്ര വലിയ മധ്യസ്ഥത, സമാധാനത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു. മാത്രമല്ല അഫ്ഗാനിസ്ഥാനുമായിട്ടും പാകിസ്ഥാൻ അടിയുണ്ടാക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെയാണ് ഈ ഒരു സമാധാനം കൊണ്ടുവരിക എന്നുള്ളതും ഇപ്പോൾ ഒരു ചർച്ച വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന 3 പീസ് പ്ലാനുകൾ അത് എത്രത്തോളം പ്രാവർത്തികമാക്കുവാൻ സാധിക്കും, ട്രംപ് US പ്രസിഡന്റ് ഇതേ പീസ് പ്ലാനിനോട് യഥാർത്ഥത്തിൽ ഒരു സന്തോഷവാനല്ല, ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ജോർജിയുണ്ട്. ജോർജ്, എന്തൊക്കെയാണ് ഈ മധ്യപൂർവേഷ്യയിലെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിൽക്കുന്ന സംഘർഷങ്ങൾ? ഇറാൻ മുന്നോട്ട് വെച്ച 3 ഡീലുകൾ US അംഗീകരിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല US മുന്നോട്ട് വെച്ച 15 ഡീലുകൾ ഇറാനും അംഗീകരിച്ചിട്ടില്ല എന്ന വാർത്ത പുറത്തു വരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും ജോൺ, നമ്മൾ മധ്യപൂർവേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ യുദ്ധം 60 ഡേയ്സ് പിന്നിട്ടിരിക്കുന്നു. ഈ ഏപ്രിൽ 28, നമുക്കറിയാം ഫെബ്രുവരി 28-നാണ് അവിടെ യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ 2ാം മാസത്തിലേക്ക് 60ാം ദിനത്തിലേക്ക് ഈ യുദ്ധം കടക്കുമ്പോൾ ഒരു സമാധാനം ഇപ്പോഴും ഒരു മരീചികയായി തുടരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ജോൺ സൂചിപ്പിച്ചതുപോലെ ഈ ഇറാൻ്റെ 3 പോയിന്റുള്ള ഒരു പീസ് പ്ലാൻ, നമ്മളതിൻ്റെ ഓർഡറാണ് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഈ 3 പീസ് പ്ലാനിൽ അവർ അത് കൃത്യമായിട്ടുള്ള ആ ഓർഡർ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക, തങ്ങൾക്ക് നേരെ മാത്രമല്ല ഹിസ്ബുള്ളകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക, അതായത് ഒരു വെടിനിർത്തൽ, ശാശ്വതമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് വരിക. പോയിന്റ് നമ്പർ 1 അതാണ് അതിൻ്റെ ഒരു ഓർഡർ ഓഫ് എന്താണ് അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡറാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് വെടിനിർത്തൽ നടപ്പാക്കിയതിനു ശേഷം അവരുടെ അടുത്തൊരു ഡിമാൻഡാണ് ഈ ഹോർമൂസ് കടലിടുക്കിൽ ഈ അമേരിക്ക നടത്തിയിരിക്കുന്ന US ബ്ലോക്കേഡ് അത് അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം തങ്ങൾക്ക് തരിക, പഴയ പോലെ കാര്യങ്ങൾ നീക്കുക. എന്നിട്ടാണ് അവർ 3ാമത്തെ പ്ലാനിലേക്ക് വരുന്നത്, അതായത് ന്യൂക്ലിയർ ടോക്സ്, അതായത് അവരുടെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. അപ്പോൾ ആദ്യം വെടിനിർത്തൽ, 2ാമത്തത് ഹോർമൂസ് കടലിടുക്ക് ഇറാന് കൈമാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, എന്നിട്ട് ന്യൂക്ലിയർ ടോക്സിലേക്ക് പോകുന്നു. ഇതാണ് ഇവിടെ നേരത്തെ ജോൺ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ കൈവശമുള്ള ഏക തുറപ്പുചീട്ട് എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലെടുക്കാണ്. ഇപ്പോൾ ജോൺ സൂചിപ്പിച്ചു അവരുടെ ഈ എണ്ണ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഏകദേശം ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും
അതിനുശേഷം ഒരു ഷട്ട് ഡൗണിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അമേരിക്ക എന്തുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ ഒരു ബ്ലോക്കേഡ് നിർത്തുന്നു, അത് അവർ ആ ഒരു നടപടിയിലേക്ക് കിടക്കുന്നു? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഹോർമൂസ് കടലിടുക്കിൽ പിടിച്ചു കഴിഞ്ഞാലാണ് ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഒരു വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിലുള്ള അമേരിക്കയുടെ ഒരു പിടി അഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇറാന് തോന്നിയ പോലെ ചെയ്യാൻ സാധിക്കും. അത് കണ്ടറിഞ്ഞിട്ടാണ് ഇറാൻ പറയുന്നത് ആദ്യം വെടിനിർത്തൽ, രണ്ടാമത്തേത് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്ക് തരിക, അവിടെ ബ്ലോക്കേഡ് അവസാനിപ്പിക്കുക, എന്നിട്ട് ന്യൂക്ലിയർ ഡീലിലേക്ക് വരിക അല്ലെങ്കിൽ ന്യൂക്ലിയർ ചർച്ചയിലേക്ക് വരിക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു നിയന്ത്രണം, അവിടെയുള്ള അമേരിക്കയുടെ ഒരു പിടി പൂർണ്ണമായിട്ടും ഇറാന് കൈമാറി അല്ലെങ്കിൽ പഴയ പോലെ കാര്യങ്ങൾ ഇറാന് കൊടുത്തതിന് ശേഷം ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക്, ഒരു ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് അമേരിക്ക വരികയാണെങ്കിൽ എന്താണ് പറയുന്നത്, ഈ അമേരിക്കയുടെ കോർട്ടിലായിരിക്കില്ല പന്ത് എന്ന് പറയുന്നത്. കാരണം ഇറാനെ വരുതിയിൽ വീഴ്ത്തുവാനുള്ള ഹോർമൂസ് കടലെടുക്ക് ആ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ പക്കലില്ല. അപ്പോൾ ആ ഒരു ഓർഡർ അവിടെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെയാണ് ഈ പറയുന്ന ഇറാന്റെ ആ ഒരു പീസ് പ്രപ്പോസലിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം അവിടെ അമേരിക്ക സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൗസ് പറഞ്ഞതനുസരിച്ച് ഈ ഇറാന്റെ ഈ പീസ് പ്രപ്പോസൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ ദേശീയ സുരക്ഷാ വിഭാഗമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ട്രംപ് അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി മറു സൈഡിൽ കഴിഞ്ഞ മാർച്ചിൽ അമേരിക്ക ഇറാന്റെ മുന്നിൽ വെച്ച 15 ഒരു പീസ് പ്രപ്പോസലുണ്ട്. അതിന്റെ ഓർഡറും ശ്രദ്ധേയമാണ്. അതിന്റെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ആണവ ചർച്ചയാണ്. ആണവ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന ഹോർമൂസ് അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഫ്ലിപ്പിംഗ് സംഭവിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റി മറ്റൊന്നാണ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റി മറ്റൊന്നാണ്. അവിടെയാണ് ഈ പറയുന്ന ചർച്ചകൾ തമ്മിൽ ഈ ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇനി ചർച്ച ഉടക്കി നിൽക്കുന്ന ഈ ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തീരുമാനത്തിലേക്ക് വരാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അമേരിക്ക ഇറാന്റെ മുന്നിൽ വയ്ക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ അവരുടെ ആണവ ആയുധം അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം അത് എന്നേക്കുമായി നിർത്തലാക്കുക എന്നൊരു ഡിമാൻഡ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ അതിനോട് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിർത്താം, പക്ഷേ അതിനൊരു കാലപരിധി ഞങ്ങൾ വെക്കും, ഇന്നൊരു കാലം വരെ അല്ലെങ്കിൽ ഇത്ര വർഷം വരെ ഞങ്ങൾ നിർത്തിവെക്കാം എന്നൊരു ആവശ്യം ഇറാൻ അമേരിക്കയുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് ഇറാൻ പറയുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അമേരിക്ക പറയുന്നത് ഏകദേശം 480 ഗ്രാമോളം എൻറിച്ച്ഡ് 480 കിലോഗ്രാമോളം എൻറിച്ച്ഡ് യുറേനിയം അവരുടെ പക്കലുണ്ട്, ഇറാന്റെ പക്കലുണ്ട്. അതിന്റെ ഒരു കസ്റ്റോഡിയൻ അമേരിക്ക അല്ലെങ്കിൽ അതിന്റെ ഒരു കസ്റ്റഡി അമേരിക്കയിലേക്ക് കൈമാറണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. അതിനോട് ഇറാൻ അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഈ ചർച്ച ഉടക്കി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഉപരോധത്തിലൂടെ അല്ലെങ്കിൽ അമേരിക്ക നിലവിൽ ഇറാന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിന്റെ തൽഫലമായി ഏകദേശം 20 ബില്യണോളം അസറ്റുകൾ, അതായത് വിവിധ തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റുകൾ, ഇറാന്റെ അസറ്റുകൾ മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഇറാൻ അനുകൂലമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇറാൻ ആവശ്യപ്പെടുന്നു ഈ യുദ്ധത്തിന്റെ തൽഫലമായി തങ്ങൾക്ക് ഏകദേശം $270 ബില്യൺ നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതായത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അമേരിക്ക എപ്പോഴും ഇറാനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രോക്സി യുദ്ധം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേർക്ക് ഹിസ്ബുള്ളകളെ, ഈ ഹമാസിനെ, ഹൂതികളെയൊക്കെ ഉപയോഗിച്ച് ഇവർ നടത്തുന്ന പ്രോക്സി യുദ്ധം അവസാനിപ്പിക്കണം. അതായത് ഇവരുടെ റീജിയണൽ അലയൻസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബന്ധം എന്നേക്കുമായി വിച്ഛേദിക്കണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഡിമാൻഡ് ഇറാന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിൽ തട്ടിയാണ് ഈ പറയുന്നത് പോലെ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഇനി ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 40-ലധികം രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്ക് ഏത് വിധേനയും തുറക്കണം എന്നൊരു ആവശ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ അമേരിക്കയും സമ്മർദ്ദത്തിലാണ്, ഇറാനും സമ്മർദ്ദത്തിൽ തന്നെയാണ്. കാരണം ഈ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഇങ്ങനെ നിയന്ത്രണം ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ എണ്ണ വിപണി ആകപ്പാടെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. കാരണം അവിടെ ഉൽപ്പാദനം ഇങ്ങനെ ഏറ്റവും ക്ലൈമാക്സ് പോയിന്റിലേക്ക് എത്തുന്നു. പക്ഷേ ഉൽപ്പാദിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, അത് വേണ്ട ബയേഴ്സിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കണം. ആ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരാനുള്ള റൂട്ടാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അവിടെ അമേരിക്ക ബ്ലോക്കേഡ് സൃഷ്ടിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ അവരുടെ കസ്റ്റമേഴ്സിലേക്ക്, ബയേഴ്സിലേക്ക് കൃത്യമായിട്ടും അത് എത്തിക്കുവാനുള്ള ഒരു റൂട്ട്, സുഗമമായിട്ടുള്ള റൂട്ട് നിലവിൽ ഇറാന്റെ പക്കലില്ല. അതിനാൽ തന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ ആ ഒരു പിടി അമേരിക്ക അത് വിടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അത് വിട്ടുകഴിഞ്ഞാൽ അമേരിക്കയുടെ കോർട്ടിലായിരിക്കില്ല ഈ പന്ത് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് വന്നു കഴിയുമ്പോൾ.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അത്ര സന്തോഷവാനല്ല ഈ പറയുന്ന ഈ ചർച്ചകളുടെ കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാൻകാർക്ക് പോലും അറിയത്തില്ല അവിടെ ആരാണ് ഭരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ടെലിഫോൺ സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അമേരിക്കയെ വിളിക്കുക. ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ നേരിട്ട് ഇനി അമേരിക്കയുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ മുഖേനയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരിട്ടുള്ള ഒരു ചർച്ച സാധ്യമല്ല എന്ന് ഇറാൻ പിടിവാശി പിടിക്കുന്നു, അമേരിക്കയും പിടിവാശിയിൽ തന്നെ നിൽക്കുന്നു. അതിനാൽ യുദ്ധം അത് 60 ഡേയ്സ് പിന്നിട്ട് കഴിയുമ്പോൾ ഒരു ഡെഡ് ലോക്ക് അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതോടൊപ്പം പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഹോർമൂസ് കടലെടുക്ക് തുറക്കുക എന്നത് അമേരിക്ക എന്നതിനേക്കാൾ ഇറാൻ്റെ ഒരു ആവശ്യമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഓയിൽ, എണ്ണ വ്യാപാരമാണ് ഇറാൻ്റെ ഒരു മുഖ്യ ആശ്രയം. അതുമാത്രമല്ല ഹോർമൂസിലൂടെയുള്ള വ്യാപാരങ്ങളാണ് മറ്റൊരു വ്യവസായം എന്നൊക്കെ നമുക്ക് ഇറാൻ്റെ കാര്യത്തിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായും ഹോർമൂസ് എങ്ങനെയെങ്കിലും തുറക്കുക എന്നുള്ളത് ഇറാൻ്റെ ആവശ്യമാണ്. അപ്പോൾ 3 പീസ് ഡീൽ, 3 നിർദ്ദേശങ്ങളിലെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്, രണ്ടാമത്തെ നിർദ്ദേശമാണ് ഈ ഹോർമൂസ് തുറക്കുക എന്നത്. ഒന്നാമത്തെ വെടിനിർത്തൽ, ഇപ്പോഴും വെടിനിർത്തൽ തുടരുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് ഈ ന്യൂക്ലിയർ സംബന്ധമായുള്ള ചർച്ചകളൊക്കെ. അപ്പോൾ ഈ ഹോർമൂസ് കടലെടുക്ക് എങ്ങനെയും ഏതുവിധേനയും തുറക്കുക എന്നത് ഇറാൻ്റെ ഒരു ആവശ്യമാണ്. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു ഏകദേശം 40ഓളം രാജ്യങ്ങൾ, നമുക്ക് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലാണ് നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടനിൽ ഏകദേശം 30 രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു മീറ്റിംഗ്, ഒരു സമ്മേളനം നടന്നു. ഫ്രാൻസും ബ്രിട്ടനും അങ്ങനെ പല രാജ്യങ്ങളും സമ്മേളനം നടന്നു. നമുക്കറിയാം പ്രധാന ഉദ്ദേശം ഹോർമൂസ് കടലെടുക്ക് തുറക്കുക, അന്തർദേശീയ കപ്പൽപാത സുരക്ഷിതമാക്കുക എന്നൊക്കെയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. അപ്പോൾ 40ഓളം രാജ്യങ്ങൾ ഈ ഹോർമൂസ് കടലെടുക്ക് ബന്ധപ്പെട്ട് ജീവനം, പ്രത്യേകിച്ച് എണ്ണ വ്യാപാരം നടത്തുന്നുണ്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്കൊന്ന് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് എന്ന് പറയാൻ രീതിയിൽ എന്തായിരിക്കാം സംഭവിക്കുക? ഇറാൻ US മുമ്പിൽ പരമാവധി കീഴടങ്ങുമോ? നേരത്തെ ജർമ്മൻ ലീഡറായിരിക്കുന്ന ഫ്രെഡറിക് മെർസ് പറഞ്ഞതുപോലെ US ഈസ് ബീങ് ഹ്യൂമിലിയേറ്റഡ് ബൈ ഇറാൻ. അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? അങ്ങനെയൊരു നിരീക്ഷണം വരുന്നില്ലേ? ഇങ്ങനെയുള്ളൊരു നേരിട്ടുള്ളൊരു ചർച്ചയ്ക്ക് താല്പര്യമില്ല, പാകിസ്ഥാൻ മുഖേനയാണ് ചർച്ച, ഇനി പാകിസ്ഥാനും താല്പര്യമില്ല, അതായത് പാകിസ്ഥാൻ US കൂടെ നിൽക്കുന്നു, അതുകൊണ്ട് ഈ പാകിസ്ഥാനുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥത താല്പര്യമില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഇപ്പോൾ US തന്നിരിക്കുന്ന 15 പീസ് ഡീലിൻ്റെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അപ്പുറത്തേക്ക് മറച്ചുകൊണ്ട് ആ രീതിയിലാണ് പുതിയൊരു പീസ് ഡീൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇറാൻ്റെ യുദ്ധതന്ത്രം എന്ന് തന്നെ പറയാൻ സാധിക്കില്ലേ? ഇനി ഒന്നാമത്തെ ചോദ്യം. 2, ഹോർമൂസ് കടലെടുക്ക് തുറക്കുക എന്നത് ഇറാൻ്റെ ആവശ്യമാണ്, മറ്റു രാജ്യങ്ങളെക്കാൾ ഉപരി ഇപ്പോൾ ഇറാൻ്റെ ആവശ്യമാണ് നമുക്ക് പറയാൻ സാധിക്കും. അത് ഒരു ആവശ്യമായിട്ട് നിലനിൽക്കുന്നു. 3, ഇതിൻ്റെ ഫോർകാസ്റ്റ് എങ്ങനെയായിരിക്കും? US ആണോ ഇതിൽ വിജയിക്കാൻ പോകുന്നത്, അതോ ഇറാൻ മുട്ടുമടക്കുമോ എന്തായിരിക്കും? ഓക്കെ, ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അർഗാച്ചി അദ്ദേഹം ഈ റഷ്യയിലേക്ക് പോയിരുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു, വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ റഷ്യ നൽകുന്ന എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും നന്ദി രേഖപ്പെടുത്താനാണ് ഈ ഇറാന്റെ ഈ ഫോറിൻ മിനിസ്റ്റർ അവിടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇറാൻ ലോകത്തിന് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഈ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു സന്ദേശം അവർ ലോകത്തിന് കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞങ്ങളുടെ ഒപ്പം റഷ്യയുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യുദ്ധം നയിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പിന്തുണയും ഇല്ല എന്ന് ലോകം ധരിക്കേണ്ട, ഞങ്ങളുടെ ഒപ്പം റഷ്യയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഗസ്റ്റർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോറിൻ മിനിസ്റ്റർ വ്ളാഡിമിർ പുടിനുമായിട്ട് ചർച്ച നടത്തിയത്. ചില മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്കാണല്ലോ ഇപ്പോൾ ഒരു ഡെഡ് ലോക്ക് എന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അതിനാൽ തന്നെ ഈ ഇറാന്റെ പക്കലുള്ള എണ്ണ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ, അത് കരമാർഗമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ട് വഴി ഈ പറയുന്ന ബയേഴ്സിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേർക്കാനുള്ള ഒരു സാധ്യത കൂടി ആ റഷ്യയുമായിട്ടുള്ള ചർച്ചയിൽ ഈ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ നടത്തിയെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഇപ്പോൾ നേരത്തെ ജോൺ സൂചിപ്പിച്ചു, ഇവിടെ ആർക്കാണ് ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് നമുക്കത് പ്രത്യേകിച്ചൊന്നും പറയാൻ സാധിക്കില്ല. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ഇറാൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ളൊരു അപ്പർ ഹാൻഡ് ഉണ്ട്, ഇറാൻ്റേതായിട്ടുള്ളൊരു അപ്പർ ഹാൻഡ് ഈ ഒരു വിഷയത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമുക്കറിയാം ഇത് ഒരു ഊരാക്കുടുക്കായി മാറുന്ന ഒരു രീതിയിലേക്കാണ് ഇരുപക്ഷത്തും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ അവർ എല്ലാ യുദ്ധസന്നാഹങ്ങളും അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ 40% സൈനിക വിന്യാസത്തിന് ഏകദേശം 40% ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് അവർ നിർത്തിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് റൂട്ട് ഇല്ലാത്തിടത്തോളം കാലം ഈ നേവൽ ബ്ലോക്കേഡ് അത് വലിയൊരു തലവേദന തന്നെയാണ്. അപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. നമുക്കറിയാം നേരത്തെ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇപ്പോൾ നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇടപെട്ടു എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്നത് പോലെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര ഒരു സുഖകരമായിട്ടുള്ളൊരു ബന്ധമല്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ ഒരുമിച്ചൊരു ഡിമാൻഡ് അമേരിക്കയുടെ മുമ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിലൊരു തീരുമാനം വരാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലായിരുന്നു.
ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഇതിന്റെ മുൻകാല ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെ മേലെ തീരുവൊക്കെ ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നാറ്റോ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ഒരു അസ്വാരസ്യം അത് വളരെയധികം വർദ്ധിക്കുന്നു. നാറ്റോയ്ക്കുള്ള ഫണ്ടിങ് നിർത്തലാക്കുമെന്ന് പറയുന്നു. ചില രാജ്യങ്ങളെ പേരെടുത്ത് പറഞ്ഞത് വിമർശിക്കുന്നു. ചില തിരിച്ച് മറു സൈഡിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ഇറ്റലി ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ ഒരു വാർപ്ലെയിൻ അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതിയൊക്കെ നിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് വളരെ അപൂർവമായിട്ടൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് യൂറോപ്പ് അമേരിക്ക എന്നൊക്കെ പറയുന്നത് ഒരു ഫ്രണ്ട്ലി അലയൻസ് ആണ്. പക്ഷേ ഈ ഒരു യുദ്ധം അത്തരത്തിലുള്ള അലയൻസിൽ കൂടി ഒരു വിള്ളൽ വരുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ആ ഒരു വിഷയത്തിൽ, ഈ ഹോർമസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ, ഇറാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അമേരിക്ക ഒരു ഒറ്റപ്പെടുന്ന രീതിയിൽ, അമേരിക്കയോടൊപ്പം ഇസ്രായേലുണ്ട്, അത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഊരാക്കുടുക്ക് അതിൽ നിന്ന് ഊരിപ്പോരേണ്ട ഒരു ബാധ്യത അമേരിക്കയ്ക്ക് മാത്രമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ട്രംപാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ഒരു പ്രസിഡന്റാണ് ട്രംപ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഏത് തീരുമാനവും അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കിലേക്ക്, നമ്മൾ നേരത്തെ പലതവണ ചൂണ്ടിക്കാണിച്ച ഒരു സാധ്യത, കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഈ ഹോർമസ് കടലെടുക്ക് കേന്ദ്രീകരിച്ചുള്ള തീരദേശത്തുള്ള ഈ പറയുന്ന തീരപ്രദേശത്തുള്ള ഐലൻഡുകൾ പൂർണ്ണമായി അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നു. അപ്പോൾ ഹോർമസ് കടലെടുക്കിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണം അമേരിക്കയുടെ കൈവശം വരികയാണെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ച് അത് അസാധാരണമായിട്ടുള്ള അസാമാന്യ ഒരു വിജയം തന്നെയായിരിക്കും. കാരണം ലോകത്തിന്റെ ഈ എണ്ണ വ്യാപാരത്തിന്റെ 20%-ലധികം ഗതാഗതം സംഭവിക്കുന്ന ഹോർമസ് കടലെടുക്കിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് അസാമാന്യ ഒരു വിജയം തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനാൽ കാര്യങ്ങൾ ഒരു ഡെഡ് ലോക്കിലേക്ക് വന്നിരിക്കുന്നു. പ്രശ്നം പരിഹരിക്കേണ്ട ബാധ്യത രണ്ടു കൂട്ടരുടെയും തലയിലേക്ക് വന്നിരിക്കും, അമേരിക്കയുടെ തലയിലും ഈ പറയുന്ന ഇറാന്റെ പക്കലേക്കും. ഇതോടുകൂടി ചേർത്ത് പറയുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം റഷ്യയുടെ കൂടെ, റഷ്യൻ രാജ്യത്തിൻ്റെ കൂടെ റഷ്യന് സകല സപ്പോർട്ടും നൽകിക്കൊണ്ട് ഇതുപോലെ തന്നെ ഒരു അൺപ്രഡിക്റ്റബിൾ ഫിഗർ കിം ജോങ് ഉങ് രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിലാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്ത നമുക്കറിയാം. ഈ ഉക്രൈൻ എന്നത് നാറ്റോ രാജ്യത്തിലെ അംഗത്തിലുള്ളൊരു രാജ്യമാണ് നമുക്കറിയാം. അപ്പോൾ ഈ ഉക്രൈനും അതുപോലെ തന്നെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരാണ് ഇവിടെ. അതേസമയം ഈ നാറ്റോ രാജ്യങ്ങൾ ഒരേ സമയം ഈ അമേരിക്കയ്ക്കും എതിരാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല, US പ്രസിഡന്റിനെതിരെ വധശ്രമത്തിന് ഇപ്പോൾ ഒരു നാലാമത്തെ തവണയാണ് തോന്നുന്നു വധശ്രമത്തിന് പലപ്പോഴും പല രീതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും നാറ്റോയുടെ അവസ്ഥ? എന്തായിരിക്കും? നാറ്റോ ഇതുപോലെ തന്നെ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടോ? കാരണം റഷ്യക്കെതിരാണ് നാറ്റോ, അമേരിക്കയ്ക്കെതിരാണ് നാറ്റോ. മാത്രമല്ല, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കിം ജോങ് ഉങ് എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിത്വം ഇവിടെ റഷ്യക്ക് സപ്പോർട്ടായിട്ട് വരുന്നു. അപ്പോൾ എന്തായിരിക്കാം ഇനി ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു ഗതി, ഒരു ഫോർകാസ്റ്റ് എന്തായിരിക്കും? മാത്രമല്ല, ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇവിടെ സമാധാന മധ്യസ്ഥനായി അറിയപ്പെടുന്ന പാകിസ്ഥാൻ, ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മുമ്പാകെ ഞങ്ങൾ സമാധാനം മതക്കാരാണ് അല്ലെങ്കിൽ സമാധാനം വിതരണക്കാരാണെന്ന് അറിയപ്പെടുന്നു. പക്ഷേ ആഭ്യന്തര തലത്തിൽ നോക്കുമ്പോൾ അവിടെ നോക്കുന്നത് എപ്പോഴും സംഘർഷങ്ങളും തകർച്ചകളും മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാകിസ്ഥാനിൽ നമുക്കറിയാം എണ്ണ വിതരണം തടസ്സപ്പെടുന്നു, അവിടെ ജീവിക്കാൻ ഗതിയില്ലാതെ ആളുകൾ വലയുന്നു. സന്തോഷത്തിൻ്റെ ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ മാപ്പിൽ നമ്പറിൽ വരുന്ന 1, 2, 3 നമ്പറാണ് ഈ പാകിസ്ഥാൻ വരുന്നത്. അഫ്ഗാനിസ്ഥാനായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വലിയൊരു സംഘർഷം ഉണ്ടായി. മാത്രമല്ല, ഏകദേശം യൂണിവേഴ്സിറ്റിയിലാണ് ഈ പ്രാവശ്യം സ്ഫോടനം സംഭവിച്ചത്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ യഥാർത്ഥത്തിലെ പൊയ്മുഖം എന്നാണ്, അല്ല യഥാർത്ഥത്തിൽ അവസ്ഥ എന്താണ്? അത് അവിടെ നിന്ന് ശരിക്കും ഒരു പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടിയില്ലേ? അതെ, ഈ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ട്രംപിന്റെ കയ്യിലൊരു വെറുമൊരു കളിപ്പാവ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ട്രംപ് അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും എന്ന അവസ്ഥയിലേക്കാണ് അവിടുത്തെ പാകിസ്ഥാന്റെ ഭരണ നേതൃത്വമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സൈനിക നേതൃത്വമായിക്കോട്ടെ. അപ്പോൾ അതിനാൽ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ട്രംപിനെ ഒന്ന് പൂക്കി പറയുന്നു, ട്രംപിനെ ഒന്ന് സൂചിപ്പിക്കുന്നു, നോബൽ സമ്മാനം വേണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ട്രംപിന്റെ വീക്ക്നെസ് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, പാകിസ്ഥാന്റെ വീക്ക്നെസ് ട്രംപിനും അറിയാം. പരസ്പരം ഇങ്ങനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം തന്നെയാണ് അവിടെ നടക്കുന്നത്. പാകിസ്ഥാൻ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ ഭാഷ ഷോ ഓഫ് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ റോളൊന്നും അവർക്കില്ല. അമേരിക്ക അവരെ പരമാവധി ഇങ്ങനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം മാത്രമേ അവിടെയുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സമാധാനത്തിന്റെ വക്താക്കളെന്നൊക്കെ അവർ അവകാശപ്പെടുന്നെങ്കിലും അവരുടെ ആഭ്യന്തരമായിട്ട് എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്കറിയാം. ന്യൂനപക്ഷം നേരിടുന്ന വിഷയങ്ങൾ നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമുക്കറിയാം. അവിടെ അജ്ഞാതരുടെ വലിയൊരു വിളയാട്ടം തന്നെ നടക്കുന്നുണ്ട്. നിരവധി ലഷ്കർ ഇ തോയ്ബ നേതാക്കളെയൊക്കെ അജ്ഞാതർ കയറി വെടിവെച്ചിടുന്ന ഒരു അവസ്ഥയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഷോ ഓഫ് എന്ന് തന്നെ മാത്രമേ പാകിസ്ഥാനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നാറ്റോയെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ നാറ്റോയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാസ്തവം. കാരണം ബില്യൺ കണക്കിന് ഡോളർ ഈ നാറ്റോ രാജ്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ ട്രംപ് പറയുന്നത് ഈ നാറ്റോയുമായി ബന്ധപ്പെട്ട്
ട്രംപ് പറയുന്നതിൽ കുറേയൊക്കെ കാര്യങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ അമേരിക്കയെ ചാരി അല്ലെങ്കിൽ അമേരിക്കയെ ആശ്രയിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്നും മുതലെടുത്ത് സാമ്പത്തിക സഹായം മുതലെടുത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയായിരുന്നു നാറ്റോ. നാറ്റോയും കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ ഗുണമില്ല, പക്ഷേ അമേരിക്കയെ കൊണ്ട് നാറ്റോയ്ക്ക് വലിയ രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. കാരണം അവരുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നാറ്റോ എന്തൊക്കെ വീരവാദം മുഴക്കിയാൽ പോലും ഈ അമേരിക്കയുടെ ഒരു ആയുധ പിന്തുണയില്ലാതെ സാമ്പത്തിക പിന്തുണയില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ച് വലിയൊരു ഭീഷണി, അവരുടെ റഷ്യയിൽ നിന്നും വലിയൊരു ഭീഷണി അവർ നേരിടുന്നുണ്ട്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പല കോൺസ്പിറസി തിയറീസൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു റഷ്യൻ ഇൻവേഷൻ ഏതെങ്കിലും തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ നാറ്റോയ്ക്കോ അല്ലെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഒന്നും ഒറ്റയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ ഉള്ളത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ബ്രിട്ടൻ്റെയൊക്കെ സൈനിക ശക്തിയെ സംബന്ധിച്ച് ചില അനാലിസിസ് ഒക്കെ ഈ അടുത്തിടെയൊക്കെ പുറത്തു വന്നിരുന്നു. കാരണം കാര്യമായിട്ടൊന്നും ഈ പ്രത്യേകിച്ച് അവിടെ നമുക്ക് അഭയാർത്ഥികളൊക്കെ സൃഷ്ടിക്കുന്ന വലിയ പ്രതിസന്ധിയൊക്കെ നമുക്ക് അഭയാർത്ഥികൾക്ക് ഇങ്ങനെ വാരിക്കൂരി കൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്നു. പക്ഷേ ഒരു കാര്യമായിട്ടുള്ളൊരു മിലിറ്ററി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ഒന്നും ബ്രിട്ടന്റെ സൈനിക മേഖലയിൽ സംഭവിക്കുന്നില്ല എന്ന തരത്തിലുള്ള ചില അനാലിസിസ് ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു റഷ്യൻ അധിനിവേശം യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ അതിനെ തടയിടാൻ ഈ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഈ നാറ്റോ രാജ്യങ്ങൾക്കൊന്നും സാധിക്കില്ല എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഈ നാറ്റോയുമായി ബന്ധപ്പെട്ട് ട്രംപ് പറയുന്നതിൽ അല്പമൊക്കെ കാര്യമുണ്ട്. അത് ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീരവാദങ്ങൾ ഒരു പ്രസ്താവനയിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുന്നുള്ളൂ. ഒരുപക്ഷെ നാറ്റോയിൽ നിന്നൊക്കെ അമേരിക്ക പിൻവലിയുകയാണെങ്കിൽ അത് മുതലെടുക്കാൻ വേണ്ടി റഷ്യ അപ്പുറത്ത് ഉണ്ടാകും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നാറ്റോ രാജ്യങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ടോ, അത് തിരിച്ചറിയാതെ പോകുന്നതാണോ, അതോ ബോധപൂർവം അത് മനസ്സിലാക്കാതെ പോകുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. കാരണം പ്രത്യേകിച്ച് പലപ്പോഴും ലെഫ്റ്റ് ലിബറൽ ആശയങ്ങളുള്ളവരാണ് പലപ്പോഴും അതിൻ്റെ തലപ്പത്തൊക്കെ വരുന്നത്. പക്ഷേ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഡിസംബറിൽ നടക്കാൻ പോകുന്ന 2026 ഡിസംബറിൽ നടക്കാൻ പോകുന്ന G20 ഉച്ചകോടിയിൽ റഷ്യയെ ക്ഷണിച്ചു എന്നുള്ളൊരു വാർത്ത. അമേരിക്ക റഷ്യയെ ക്ഷണിച്ചു. മയാമിയിലാണ്, ഫ്ലോറിഡയിൽ മയാമിയിലാണ് നടക്കുന്നത്. അപ്പോൾ ക്ഷണിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇത് കൂടി? അതെ, കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അതാണ് അവിടുത്തെ ഒരു ട്രംപിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളൊരു സംഗതിയാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അൺപ്രഡിക്റ്റബിൾ ആണ് അദ്ദേഹം. ഒരു കൺവെൻഷണൽ ഒരു പൊളിറ്റിക്സ് തോട്ടിൻ്റെ ഒരു ആളല്ല ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്, ട്രംപ് എന്ന് പറയുന്നത്. ഈ റഷ്യയെ ക്ഷണിച്ചതിലൂടെ ഈ പറയുന്നത് പോലെ നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്താണ് ആൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആണ് ആള്. ഇപ്പോൾ ആളെടുക്കാൻ പോകുന്ന നടപടികൾ അല്ലെങ്കിൽ പറയാൻ പോകുന്ന പ്രസ്താവനകൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു കൺവെൻഷണൽ തോട്ട് പ്രോസസ്സിലൂടെ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ താൻ മുൻകൈ എടുത്തു എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ലോകം നീങ്ങുന്നത് വളരെ സംഘർഷപൂരിതമായ അവസ്ഥയിലൂടെയാണ്. ഓരോ ദിവസവും ഹോർമൂസിലെ അവസ്ഥ മുന്നോട്ടുലയ്ക്കുന്നത് മറ്റു രാജ്യങ്ങളെയാണ്. അമേരിക്കയും ഇറാനും മാത്രമല്ല മറ്റു രാജ്യങ്ങളും ഈ ഒരു ഹോർമൂസിനെ പലപ്പോഴും ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില ഓരോ ദിവസവും കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നു. മറ്റു അവശ്യ സാമാനങ്ങളുടെ വില ഇതോടൊപ്പം കൂടിക്കൊണ്ടിരിക്കുന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം മറ്റു പല രാജ്യങ്ങളും ഹോർമൂസെ പ്രതി മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായും മറ്റു രാജ്യങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതായും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മാത്രമല്ല ഹോർമൂസിൻ കടലിടുക്കിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് വലിയൊരു തീരുമാനം ലോകരാഷ്ട്രങ്ങൾ കൈക്കൊള്ളട്ടെ എന്നും അതിലൂടെ സുഗമമായ പാത മിക്ക രാജ്യങ്ങൾക്കും അതിലൂടെ വ്യാപാരം നടത്തുന്ന രാഷ്ട്രങ്ങൾക്ക് നൽകപ്പെടട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. ജോണും